അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എട്ടാം ക്ലാസ്സിലെ തസ്കിയ, അതിലെ ഏഴാമത്തെ പാഠം ഹലാലുൽ ലനാ വ ഹറാമുൻ അലൈക്കും, ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമും ആണ് എന്ന പാഠം. അതിൻ്റെ ഖുറാസ നമ്മൾ നോക്കുന്നത്, അല്ല ഖുറാസ അല്ല, അതിൻ്റെ അർത്ഥം, പാഠഭാഗം ഒരു കഥയാണ്. കഥയിലൂടെ നമുക്ക് ഒരു പാഠം ഈ കേട്ടോ. കഥ കേട്ടിട്ട് കഥയിൽ നിന്ന് പഠിക്കാണ്ട് ഞങ്ങൾ പറയണം എന്താ പഠിച്ചതെന്നുള്ളത്. ഫറഗ അബ്ദുല്ലാഹിബിനുൽ മുബാറക്കി മിൻ ഹജ്ജി. അബ്ദുല്ലാഹിബുൽ മുബാറക്ക് താബിഈങ്ങളിൽപ്പെട്ട വലിയൊരു മഹാനാണ്. ഒരു തൻ്റെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി. വനാമ ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹം ഉറങ്ങി. ഫറആ ഫീ മനാമിഹി മലക്കൈനി നാസിലൈനി മിനസ്സമാ, അപ്പോൾ സ്വപ്നത്തിലായി കാണുന്നു ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന രണ്ട് മലക്കുകളെ അദ്ദേഹം കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. ഫജറാ ബൈനൽ മലക്കൈനി ഹിവാറുൻ, ആ രണ്ട് മലക്കുകൾക്കുമിടയിൽ ഒരു സംഭാഷണം നടന്നു. കം ഹജ്ജ മിനൻ നാസി ഹാദൽ ആം, ഈ വർഷം എത്ര ആളുകൾ ഹജ്ജ് നിർവഹിച്ചു? സിത്തുമിഅത്തി അൽഫ്, 6 ലക്ഷം പേര്. 6 ലക്ഷം പേര്. ഫകം ഖുബില ഹജ്ജുഹും, അതിൽ എത്ര പേരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു? ലം യുഖ്ബൽ ഹജ്ജു അഹദിൻ മിൻഹും, അവരിൽ ഒരാളുടെ പോലും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ലാകിൻ റജുലുൻ ബിദിമിഷ്ക യഖ്സിഫു അൻ-നഅൽ ഇസ്മുഹു മുവഫഖ് ലം യഅതിൽ ഹജ്ജ്, പക്ഷേ ഡമസ്കസിലുള്ള ചെരുപ്പ് തുന്നുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് മുവഫഖ് എന്നാണ്, ഹജ്ജിന് വന്നിട്ടില്ല. വലാകിൻ ഖുബില ഹജ്ജു, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു. വബിബറക്കത്തി ഹജ്ജിഹി ഖുബില ഹജ്ജുൽ കുൽ, അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ ബറക്കത്ത് കൊണ്ട് മറ്റുള്ളവരുടെ ഹജ്ജും സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഹജ്ജ് സ്വീകരിച്ചപ്പോൾ ആ കൊല്ലം ചെയ്ത എല്ലാവരും ഹജ്ജും സ്വീകരിക്കപ്പെട്ടു. ഹജ്ജിൻ്റെ ഫർളുകൾ നഷ്ടപ്പെട്ടതുകൊണ്ടൊന്നല്ലത്, ചെയ്തതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെന്നില്ല. റെസിപ്റ്റ് കിട്ടിക്കണം. നമ്മൾ വരിസംഖ്യ കൊണ്ടേ കൊടുത്ത് നമുക്ക് ഒരു റെസിപ്റ്റ് കിട്ടും, അല്ലെ? ഉസ്താദ് ആളെ കിട്ടിയെന്നുള്ളത് ബോധിപ്പിച്ചു. പക്ഷേ നിസ്കരിച്ചീന്, നോമ്പ് നോറ്റീന്, ഖുർആൻ ഓതീന് പല റെസിപ്റ്റും കിട്ടിയിരിക്കുന്നു, രേഖയായിട്ട് ഇല്ലല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ അവൻ്റെ ഫضل കൊണ്ട്. അള്ളാഹ് വരക്ക് വേണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അള്ളാഹു നമ്മുടെയൊക്കെ സൽക്കർമ്മങ്ങൾ കബൂലാക്കട്ടെ. ഹബ്ബ അബ്ദുല്ലാഹി ബിൻ മുബാറക് മിൻ ഔമിഹി വഖാസദ ദിമഷ്ക ലിസിയാറത്തി ഹാദ റജുലുൽ മുബാറക്കി ഹത്താ വസല ഇലാ ബാബി. അബ്ദുല്ലാഹുൽ മുബാറക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു റളിയല്ലാഹു അൻഹു. ആ പുണ്യവാളനെ സന്ദർശിക്കാൻ ഡമസ്കസ് ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയും അദ്ദേഹത്തിൻ്റെ വാതിലിൽ എത്തുകയും ചെയ്തു. ഫസഅലഹു അൻ ഇസ്മിഹി ഫഖാല മുവഫഖ്, എത്തിപ്പെട്ട ആളുടെ അടുത്തെത്തിയിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു മുവഫഖ്. ثم سأله أي خير خرج منك حتى وجدت هذه الدرجة. ഇവിടെ താന്നാട്ടോ, തൂന്നല്ലേ.
എത്താ വജത്താണ്, തെറ്റിപ്പോയതാണ്, അടിച്ചപ്പോഴേ. പിന്നെ ചോദിച്ചു, എന്ത് നന്മയാണ് നിന്നിൽ നിന്നുണ്ടായത്, ഈ പദവി ലഭിക്കാൻ കാരണം, ഈ ദറജ നീ എത്തിക്കാൻ എന്ത് നന്മയാണ് നിന്നിൽ നിന്നുണ്ടായത്. فقص عليه موفق قصته. മുവഫഖ് അദ്ദേഹത്തോട് തൻ്റെ കഥ വിവരിച്ചു. ഖസ്സാന കഥ വിവരിച്ചു. അന്നഹു കാന യർജുൽ ഹജ്ജ ഫഖ്തസബ 300 ദിർഹം മിൻ ഖസ്ഫിൻ നഅലി വഖസദ ഹജ്ജ ഹാദൽ ആം. എന്താ പറഞ്ഞേ? അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ ചെരുപ്പ് തുന്നി 300 ദിർഹം സമ്പാദിക്കുകയും ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. ഇപ്പൊ പൈസ റെഡിയായി, ഇനി പോയാൽ മതി. فذات ليلة فاحت من مطبخ جارته رائحة طبخ اللحم. ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ അയൽക്കാരിയുടെ അടുക്കളയിൽ നിന്ന് ഇറച്ചി പാകം ചെയ്യുന്ന മണം വരുന്നുണ്ടായിരുന്നു. റായിഹത്ത് മണസ്മെല്ല്, തബ്ഖ് വേവിക്കൽ, ലഹ്മാണ് മാംസം. അല്ലാ അല്ലാ. فاشتهت زوجته الحاملون ذلك الطعام فأتى جارته. അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് ആ ഭക്ഷണം കഴിക്കാൻ തോന്നി. അങ്ങനെ അദ്ദേഹം അയൽക്കാരിയുടെ അടുത്തേക്ക് ചെന്നു. അത് ഞാൻ പറഞ്ഞ ഈ പാഠത്തിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടാണ്. ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയാവുമ്പോൾ പല ആഗ്രഹങ്ങളുണ്ടാവും. അത് നമ്മൾ നിറവേറ്റി കൊടുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അവർ ടെൻഷൻ അടുപ്പിക്കാൻ പാടില്ല. ഗർഭിണികൾ ഒരിക്കലും ഒരു ആഗ്രഹം സഫലീകരിക്കാതെ ഹലാലൊക്കെ സഫലീകരിച്ചു കൊടുക്കണം കഴിയുന്നുണ്ടെങ്കിൽ. അവർക്ക് ഹാപ്പി ആകുമ്പോൾ ഗർഭശിശു നല്ല ഹാപ്പിയാവും, നല്ല ബുദ്ധിയുള്ള കുട്ടിയാവും, നല്ല തലച്ചോറുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഐറ്റങ്ങൾക്ക് ആ സമയത്ത് ടെൻഷനാണെങ്കിൽ അതിൻ്റെ ഭാഗം കുട്ടിക്കും ഉണ്ടാവും. എന്താകട്ടെ, മുവഫക്ക് ഭാര്യയ്ക്ക് മാംസത്തിൻ്റെ സ്മെല്ല് കിട്ടിയപ്പോൾ, മാംസം കഴിക്കാൻ പൂതിയായപ്പോൾ, പാതിരാവല്ലേ മാർക്കറ്റിൽ പോയി, മാർക്കറ്റിൽ കട ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എളുപ്പം എന്താണ്, അയൽവാസിൻ്റെ അടുത്ത് പോയി കണ്ട് ചോദിക്കാന്ന് ചെന്നു. ഫഖാലത് ഹലാലുൻ ലനാ വഹറാമുൻ അലൈക്കും. അയൽവാസിയായ പെണ്ണ് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, എന്നാൽ നിങ്ങൾക്ക് ഹറാമാണ്. കഥ പറയണ്ടേ? ഫഇന്ന ഐതാമി ജാഉ 3 അയ്യാം ഫവജദ്തു മൈതത ഹിമാർ. എൻ്റെ യതീമുകൾ 3 ദിവസമായി വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചത്ത ഒരു കൈതയെ കണ്ടെത്തി. ഫഖതഅതു മിൻഹാ ഖിത്അതൻ ഫതബഖ്തുഹാ ലഹും. അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തു ഞാൻ യതീം കുട്ടികൾക്ക് അവർക്ക് പാകം ചെയ്തു കൊടുത്തു. മക്കളെ, നല്ല ബോധം വേണം. നമ്മളൊക്കെ വിശന്നിട്ടുണ്ടോ ജീവിതത്തിൽ? മനസ്സിനോട് ചോദിക്കണം, പടച്ചറബേ എനിക്ക് ഇത്ര വയസ്സായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശന്നിട്ടുണ്ടോ? റമദാൻ മാസമല്ലാണ്ട് വീട്ടിൽ വരുമ്പോൾ ഉമ്മ പറയാം, മക്കളെ ഭക്ഷണമൊന്നുമില്ല ഇവിടെ, ഉപ്പക്ക് ജോലിയില്ലല്ലോ, ഉപ്പാക്ക് ജോലി ഒന്നുമില്ലല്ലോ, ഇവിടെ ഭക്ഷണമില്ല, ഇവിടെ ചോറില്ല, കറിയില്ല, രാവിലെയില്ല ചായ കിട്ടിയിട്ടില്ല, ഉച്ചക്കൊന്നും കിട്ടിയിട്ടില്ല, രാത്രി ഒന്നും കിട്ടിയിട്ടില്ല, വിശന്നിരുന്നിട്ടുണ്ടോ നമ്മൾ? അള്ളാഹിനെ കുറിച്ച് ഓർക്കണം നമ്മൾ, അള്ളാഹിന്റെ നിഅമത്തിനെ കുറിച്ച് ഓർക്കണം നമ്മൾ. ഈ യതീമായ കുട്ടികളുടെ ഉമ്മ പറയാണ്, എൻ്റെ മക്കൾ വിശന്ന് 3 ദിവസങ്ങളായി വിശന്ന് കരയുന്നു, 3 ദിവസമായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അവരെ മരിക്കാതെക്കാൻ വേണ്ടി എനിക്ക് മസാല അറിയാം. ചത്ത ശവം
ശവം ചത്തന്നെ. ശവത്തിൻ്റെ മാംസം കിട്ടിയാൽ റൂഹ് നിൽക്കുമെന്നുണ്ടെങ്കിൽ അത് ഭക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ സംരക്ഷിക്കൽ അനുവദനീയമാണ്. അതുകൊണ്ടാണ് ഹലാൽ പറഞ്ഞത്. അങ്ങനെ പഠിച്ച റബ്ബേ ദഹിഷ മുവഫഖുൻ ഹീനമാ സമിഅ ഹാദൽ ഖബറ വസഅ ഇലാ ദാരിഹി ഫറജഅ ബി300 ദിർഹമിൻ അഅദ്ദഹാ ലിഹജ്ജി. ഈ വിവരം കേട്ടപ്പോൾ മുവഫഖ് അത്ഭുതപ്പെട്ടു, ദഹിഷ അത്ഭുതപ്പെട്ടു. വേഗം വീട്ടിലേക്ക് പോയി ഹജ്ജിനായി കരുതി വച്ചിരുന്ന 300 ദിർഹമുമായി തിരിച്ചു വന്നു. വഅത്വാഹാ ലിജാറതിഹിൽ അർമല വഖാല അൻഫിഖി അലാ ഐതാബികി. അദ്ദേഹം ആ വിധവയായ അയൽക്കാരി കൊടുത്തിട്ട് പറഞ്ഞു, കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ യതീമുകൾക്കായി ഇത് ചെലവഴിക്കൂ. കഥ അവിടെ കഴിഞ്ഞു. ഫഫഹിമ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് സിർറ റുഅ്യ വആദ മസ്റൂറ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ആ സ്വപ്നത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുകയും സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്തു. തൻ്റെ സ്വപ്നം പൊഴിയല്ല. അങ്ങനെയാണ് ഔലിയാക്കളൊക്കെ മനസ്സിലാക്കേണ്ടത്. സ്വപ്നം കാണുമ്പോൾ അന്വേഷിക്കണോ. ഇന്ന് കള്ളത്തൊരീക്കത്താരി ഇബ്ലീസുൽ ലഈൻ എന്തെങ്കിലും കാട്ടിക്കൊടുക്കും. ഇങ്ങോട്ടേക്ക് സ്വപ്നത്തിന് വിവരം കിട്ടി അത് നടക്കും. പടച്ച റബ്ബേ, അന്വേഷിക്കാണോ ചെയ്യാൻ പറ്റൂല. അബ്ദുല്ലാഹി മുബാറക് ആരാണ് മക്കളെ? അബ്ദുല്ലാഹി മുബാറക് ചില്ലറക്കാരനാണോ? ആയിരക്കണക്കിന് ശിഷ്യന്മാർക്കുള്ള ഉസ്താദ്, നിരവധി കറാമത്തുകൾ കാണിച്ച സ്വഹാബത്തിനെ കണ്ട വലിയ മഹാൻ. ഒരു സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം വെച്ചാണ് ജീവിക്കല്ല, അത് അന്വേഷിച്ചു, നിജസ്ഥിതി ഉറപ്പ് വരുത്തി, എന്നിട്ട് അത് പരസ്യമായിട്ട് പറഞ്ഞത്. സ്വപ്നം കാണാൻ കാത്തിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ജഹാലത്ത് വളമ്പുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആഖിറത്ത് നമ്മൾ സൂക്ഷിക്കണം. ഓതിപ്പടിച്ച ഉസ്താദുമാർക്കും നേതാക്കന്മാർക്കും നിലയും വിലയില്ല. ഓതുന്ന സമയത്ത് മീൻ പിടിച്ചാൽ തോട്ടുക്കോളം നടന്നോന് ഒരു പച്ച സാളോട്ട് കസാരി കുത്തിർന്ന ഒന്ന് തുള്ളിയാൽ ഒന്നാടിയാൽ 2 ബഡായി സ്വപ്നം വിട്ടാൽ 4 മഹാന്മാർ ഔലിയാക്കളെ പേര് വിളിച്ചിട്ട് 2 വിളി അങ്ങോട്ട് നീട്ടി വിളിച്ചാൽ ഓന് വലിയ മഹാനായി. ഓനെ കൊണ്ട് വെള്ളം ഓതിപ്പിക്കാനും നൂല് മന്ത്രിപ്പിക്കാനും ആണും പെണ്ണും തിരക്കാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറുൽ സമാനിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ഇത്തഖദുൻ നാസ ജുഹാലാ റുഅസാ. വിവരം കെട്ടവർ ജനങ്ങൾ, വിവരമില്ലാത്തവർ ജനങ്ങൾ നേതാക്കളാക്കുമെന്നാണ് കഥ. ഒരു ഉസ്താദ് പറഞ്ഞത്, അത് ഉസ്താദിന് തിരിയാത്തോണ്ടാവും. സുലൈമാ ഉസ്താദ് പോലെ ഉസ്താദിന് തിരിയാത്തോണ്ടാവും. പേരോട് ഉസ്താദിന് തിരിയാത്തോണ്ടാവും. വഴീസുന്ന ഉസ്താദ് തിരിയാത്തോണ്ടാവും. ബദർ ഉസ്താദിന് തിരിയാത്തോണ്ടാവും. സമസ്തൻ്റെ ആലിമേക്കും തിരിഞ്ഞിട്ടില്ലത് വേറെ റൂട്ടാണ്. എന്ത് റൂട്ടടാ. സുബ്ഹാനല്ലാഹ്. ആഖിറുസ്സമാനിൽ ദജ്ജാലിയങ്ങൾ ഒരുപാട് വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നവര്, അതാ ദജ്ജാലി പറഞ്ഞാൽ. നല്ലീൻ്റെ കൂടെ മണ്ടാത്ത കൂട്ടുക, നിക്കരിക്കുണ്ടോല്, നോമ്പോക്കുണ്ടോല്, അള്ളാഹ് വേദറിയുണ്ടോല്. അതിനിടയിലൂടെ പഴച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ പണ്ഡിതന്മാർ ശബ്ദിച്ചാൽ അവരെ പരസ്യമായി തെറി വിളിക്കുന്നു. അങ്ങനെ പണ്ഡിതന്മാരെ നീണ്ട അടയാളങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നു. താൻ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ തിരുത്തിയവനോട് സ്നേഹമല്ലേ വേണ്ടത്? എൻ്റെ മുഖത്ത് ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ബാക്കി വന്നിരുന്നു. ഞാനതുമായി നടക്കുക ജനങ്ങൾക്കിടയിലൂടെ.
ഒരാൾ വിളിച്ചിട്ട് സ്നേഹത്തോട് ഉസ്താദെ, ഹസൻ ഉസ്താദെ, മുഖത്തെന്താണ്? ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ബാക്കിയാണ്. അദ്ദേഹത്തെ വെറുപ്പാണോ എനിക്ക് വേണ്ടത്? അല്ലല്ലോ, ഇത്രയും ആരും എന്നെ ഉറപ്പെടുത്തിയില്ലല്ലോ. നല്ലൊരു മനുഷ്യനാണല്ലോ. ഇക്കാക്കാൻ്റെ പേരെന്താണ്? നാടെവിടെയാണ്? എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെടും, സ്നേഹം കൊടുക്കും. അതുപോലെ പേച്ചവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പണ്ഡിതന്മാർ വിളിച്ചുണർത്തുമ്പോൾ അവരെ വെറുത്തിട്ട് അവരെ തെറി വിളിക്കുന്നത് എന്തു ത്വരീഖത്താണ്? ത്വരീഖത്തുൻ നഖ്ദും ബിറബ്ബിൽ ആലമീനാണ്. അള്ളാഹുവിൻ്റെ ത്വരീഖത്ത്, അള്ളാഹുവിൻ്റെ ശറഅ കൊണ്ട് പിടിക്കലാണ് ത്വരീഖത്ത്. ശരീഅത്തില്ലാതെ ത്വരീഖത്തില്ലാതെ നമ്മളെ സമയാണ് പോയി കിട്ടും. പറഞ്ഞതാണ്, പറയാൻ പറ്റുമോ? അബ്ദുല്ലാഹ് മുബാറക് അന്വേഷിക്കാൻ തുടങ്ങി, അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഇനി ആരാണ് അബ്ദുല്ലാഹ് മുബാറക്? അബ്ദുല്ലാഹ് മുബാറക് ആരിഫുൻ സാഹിദുൻ മിൻ ഖിയാരി താബിഈൻ. അബ്ദുല്ലാഹ് മുബാറക് താബിഈകളിൽപ്പെട്ട ഏറ്റവും ഉത്തമരായ സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതനായിരുന്നു. ബുലിദ സനത്ത് 118, തൂഫിയ ബിഹി സനത്ത് 181. അദ്ദേഹം ഹിജറ 118 ജനിച്ചു. ഹിജറ 181 ഹീറ്റ് എന്ന സ്ഥലത്ത് വെച്ച് വഫാത്തായി. അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇൽമും അമലും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർ ഞങ്ങൾക്ക് സർവ്വദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കുമുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് സലാമത്ത് ആക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ബന്ധമുള്ള പലരും ഇന്ന് ആരുടെ മണ്ണിലുണ്ട്. ഒരു ഖബർ കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. ആ ഖബറിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിന്റെ വാരിസീങ്ങളാക്കണേ അല്ലാഹ്. പഠിക്കുന്ന മക്കളാണ് ഞങ്ങൾ പലരും. ഞങ്ങൾക്ക് നല്ല ഓർമ്മ തരണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ഏൽപ്പിക്കല്ല റഹ്മാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.